കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി റെഡ് റിബൺ കോളേജ് കുട്ടികൾക്കായി നടത്തിയിട്ടുള്ള ഉത്തരം എഡിഷൻ 2 വിജയികൾക്കുള്ള സമ്മാനദാനം ഈ അവസരത്തിൽ നിർവഹിക്കുകയാണ്. ഇതിനായി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ ആർ രമേശ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ഹോളി ക്രോസ് കോളേജ് കോഴിക്കോടിലെ അനഘ ആൻഡ് ജൂലിയ. സെക്കൻഡ് പ്രൈസ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി തിരുവനന്തപുരത്ത് നിന്ന് കേശവനാഥ് ശ്രീകുമാർ ആൻഡ് ജിൽസ് ജസ്റ്റസ്. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ഫോറസ്ട്രി കോളേജ് തൃശ്ശൂരിൽ നിന്നും അബിൻ അനിയൻകുഞ്ഞ് ആൻഡ് അനൂപ് ആൽബർട്ട്. ഗവൺമെൻറ് ITI ചെങ്ങന്നൂരിൽ നിന്നും വിനീത് കുമാറിനെയും ശിവേഷ് കുമാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിൽ നിന്നും ശ്രുതി ലക്ഷ്മി ആൻഡ് ശ്രുതി കൃഷ്ണ. ഇത്രയും ഭംഗിയായിട്ട് ഈ ക്വിസ് ഇവിടെ നടത്തിയ ക്വിസ് മാസ്റ്റർ നമ്മളുടെ സുനിലിന് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റീൻ്റെ ഓൺ ബിഹാഫ് ഒരു നല്ലൊരു മെമെൻറ്റോ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നത് ഒരു എയ്ഡ്സ് അവെയർനെസ് ആയിട്ടുള്ളൊരു ക്വിസ് കോമ്പറ്റീഷനാണ്. നമുക്കറിയാം, കഴിഞ്ഞ 40 വർഷമായിട്ട് HIV എയ്ഡ്സ് ഹ്യൂമൻ റേസ് കണ്ട ഏറ്റവും ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 40 വർഷമായിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മറ്റുള്ള രോഗത്തെ പോലെ നമുക്കൊരു ഇഫക്റ്റീവ് വാക്സിനും ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ HIV എയ്ഡ്സ് നമ്മൾ പറയുമ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു 100% കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. HIVയിൽ പ്രിവെൻഷനാണ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത് HIV 100% പ്രിവെൻറ്റബിൾ ആണെന്ന്. കാരണം നമുക്ക് അറിയാം 4 രീതിയിലാണ് ഇത് പകരുന്നത്. സെക്ഷൽ ട്രാൻസ്മിഷൻ, ബ്ലഡ് ഓർ ബ്ലഡ് പ്രോഡക്ട്സ് വഴി, അല്ലെങ്കിൽ ഷെയർഡ് സിറിഞ്ച് ആൻഡ് നീഡിൽസ്, പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ട്രാൻസ്പ്ലാസൻ്റൽ വഴി. അപ്പോൾ ഈ 4 രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100% ആയിട്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ സിമ്പിളാണ്. നമുക്ക് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ സെക്ഷൽ ലൈഫ് ഒക്കെ സേഫ് ആക്കുക, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ല മോറൽ വാല്യൂസിൽ നമ്മൾ ജീവിക്കുക, ഡ്രഗ് അബ്യൂസിലൊന്നും പെടാതിരിക്കുക, ആൻഡ് സ്ട്രിക്റ്റ് സ്ക്രീനിങ് ഓഫ് കേസസ്. ഇത്ര ചെയ്താൽ തന്നെ നമുക്ക് 100% പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു അവെയർനെസ്സാണ് നമുക്ക് എല്ലാ ഗ്രൂപ്പ്സും, പോപ്പുലേഷൻ എല്ലാ ഗ്രൂപ്പും, അഡോലസൻറ്റ് മാത്രമല്ല, അഡോലസൻറ്റ്, മിഡിൽ ഏജ് ആൻഡ് എൽഡർലി, കാരണം നമുക്ക് HIV ആർക്കും വരാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെസ്സേജാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്വിസ് പ്രോഗ്രാം തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് 2030 ആകുമ്പോഴത്തേക്ക് 0 HIV ഇൻഫെക്ഷൻ ഗ്ലോബലി എന്നാണ്. നമ്മൾ കേരളത്തിൽ 2025 ആകുമ്പോഴത്തേക്ക് 0 ന്യൂ HIV ഇൻഫെക്ഷനിലേക്കാണ് നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഈ ഡിസംബർ 1 അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, ദാറ്റ് വി വിൽ ലിവ് സേഫ് ആൻഡ് വി വിൽ മേക്ക് അവർ സെൽഫ് ആൻഡ് കമ്മ്യൂണിറ്റി സേഫ്. താങ്ക് യു. താങ്ക് യു സർ. കഴിഞ്ഞ 40 വർഷമായി ആരോഗ്യമേഖല ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം ഉണ്ടായിരിക്കില്ല, HIV എയ്ഡ്സ്. എന്നിട്ടും പ്രതിദിനം ലോകത്ത് 4100 ആളുകൾ പുതിയതായി HIV അണുബാധിതരാകുന്നു. ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും 8 പുതിയ HIV അണുബാധിതർ ഉണ്ടാകുന്നു. ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ മേഖലയിൽ നമ്മൾ ഇനിയും ബഹുദൂരം മുന്നേറേണ്ടതുണ്ട് എന്നാണ്. 2030 നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം, പ്രതിജ്ഞയെടുക്കാം. താങ്ക് യു.